ലഹരി കേസിൽ തനിക്കെതിരെ എഫ്ഐആർ ഇട്ട പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി നടൻ അഭിഭാഷകരെ സമീപിച്ചു കഴിഞ്ഞു. ദുർബലമായ എഫ്ഐആർ ആണ് പോലീസ് ചുമത്തിയതെന്ന് ഷൈന് നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ തനിക്കെതിരെ എഫ്ഐആർ ഇട്ട പോലീസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഷൈൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തനിക്കെതിരായ എഫ്ഐആർ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, അത് പൂർണ്ണമായും ദുർബലമായ ഒരു എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിയമ സാധുതയോ നിയമപരമായി നിലനിൽക്കുകയോ ചെയ്യില്ല. അത് റദ്ദാക്കണമെന്ന ഒരു ആവശ്യമാണ് ഷൈൻ ടോം ചാക്കോ ഉയർത്തുന്നത്. ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് കോടതിയെ സമീപിക്കാനും കോടതിയിൽ ഈ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ഹർജി നൽകാനുമുള്ള ഒരു തയ്യാറെടുപ്പാണ് ഷൈൻ ടോം ചാക്കോ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിയമ വിദഗ്ധരുമായി ഷൈൻ ടോം ചാക്കോ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും നിയമ വിദഗ്ധർ നൽകിയ ഒരു നിയമോപദേശം എന്ന് പറയുന്നതും നിലവിലെ എഫ്ഐആർ പരിശോധിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും കാര്യമായ തെളിവുകൾ ഷൈൻ ടോം ചാക്കോവിന് എടുത്തിരിക്കുന്ന എഫ്ഐആർ അല്ല. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇത് റദ്ദാക്കണം, എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം ഉയർത്താൻ കഴിയുമെന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ നേരത്തെ മൊഴിയെടുക്കൽ ഘട്ടങ്ങളിലെല്ലാം തന്നെ നിർണായകമായ നിരവധി വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ലഹരി ഇടപാടുകളും അതിനു പിന്നിലുള്ള പണമിടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകിയിരുന്നത്. നിരവധി താരങ്ങൾ അടക്കം ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിൽ അടിമകളായിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇവരിലേക്കൊന്നും അന്വേഷണം സാധാരണ നിലയിൽ നീങ്ങാറില്ല. ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ആരോപണങ്ങൾ എല്ലാം തന്നെ നേരിടേണ്ടി വരുന്നത്. താനടക്കമുള്ളവർക്കെതിരെ മാത്രമാണ്. മറ്റു നിരവധി ആളുകൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗം ചെയ്യുന്ന ആളുകളാണ്, ലഹരി ഇടപാടിന്റെ ഭാഗമായ ആളുകളാണ് എന്ന കാര്യം മൊഴിയായി നൽകിയിരുന്നു. മാത്രമല്ല പല ഘട്ടങ്ങളിലായി ഷൈൻ ടോം ചാക്കോ 3000 രൂപ മുതൽ 5000 രൂപ വരെ പണമായി ചില ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിയിട്ടുണ്ട്. ഈ പണമായി നൽകിയത് ലഹരി വാങ്ങിയതിനുള്ള പണമാണ്. ചെറിയ അളവിൽ ലഹരി വാങ്ങി നൽകുന്ന പണമാണ് 3000 രൂപയും 3500 രൂപയും 4000 രൂപയും എല്ലാം എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് പണം കൈപ്പറ്റിയ ആളുകളെ കേന്ദ്രീകരിച്ചും അവർ ലഹരിയുടെ ഇടപാടുകളാണോ എന്നത് സംബന്ധിച്ചും എല്ലാം തന്നെ അന്വേഷണം നടക്കുകയാണ്. അതെ, വ്യക്തമാണ്. തനിക്കെതിരെ ലഹരി കേസിൽ എഫ്ഐആർ ഇട്ട പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.